Audio Jungle. Audio Jungle. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ഹെൽത്തി ആയിട്ടൊരു വെജിറ്റബിൾ സലാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വെജിറ്റബിൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബ്രക്കോളി എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് ബ്രക്കോളി എടുത്തിട്ടില്ല, ഒരു ഹാഫ് എടുത്തിട്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു അരമുറി സബോള, പിന്നെ 2 പച്ചമുളക്, പിന്നെ കോൺ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. കോൺ ഞാനൊരു 2 മിനിറ്റ്സ് ഓവനിൽ വെച്ചൊന്ന് ഉപ്പും മുളകും ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രക്കോളിയും ക്യാരറ്റും ഒരു 2 മിനിറ്റ്സ് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രക്കോളിയും ക്യാരറ്റുമാണ് ഫ്രൈ ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, കുരുമുളക് പൊടി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് ഹാഫ് കുക്ക് ആയാൽ മതി, അതായിരിക്കും നമുക്ക് നല്ലത്. ഇനി ക്യാപ്സിക്കം ഇതേ ഓയിലിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇത് നമുക്ക് ആ ബൗളിലേക്ക് മാറ്റാം. ഞാൻ കോൺ ഇതിലേക്ക് തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി നേരം നമ്മൾ ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. നമുക്ക് തക്കാളിയും പച്ചമുളകും സബോളയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്നും ഓവർ കുക്ക് ആവേണ്ട, ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇത് ബൗളിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് സലാഡ് എഗ്ഗിൻ്റെ കൂടെയോ ഫിഷിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിവിടെ എഗ്ഗിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയായിട്ട് സലാഡ് തന്നെയായിട്ടായാലും നമുക്ക് കഴിക്കാം. ഇത് ഹെൽത്തി ആയിട്ടൊരു സലാഡാണ്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.